പാകിസ്ഥാനിൽ ചൈനയുടെ സ്വപ്ന പദ്ധതികൾക്ക് മേൽ കരുനിഴൽ വീഴ്ത്തി വീണ്ടും ബലൂച്ച് ജനതയുടെ പ്രതിഷേധം ഇരമ്പുന്നു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഥവാ CPEC ഹൈവേ ഉപരോധിച്ചുകൊണ്ട് ബലൂചിസ്ഥാൻ നിശ്ചലമായിരിക്കുകയാണ്. ഇത് വെറുമൊരു റോഡ് ഉപരോധം മാത്രമല്ല, പാക് ഭരണകൂടം തട്ടിക്കൊണ്ടുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ജനതയുടെ നിലവിളിയാണ്. ബലൂചിസ്ഥാനിലെ കെറ്റ് ജില്ലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. 2 സ്ത്രീകൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേരെ പാക് സുരക്ഷാ സേന തട്ടിക്കൊണ്ടുപോയി എന്നാരോപിച്ചാണ് ഈ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ അവിടെ അരങ്ങേറുന്നത്. ഗർഭിണിയായ ഹാനി ദിൽവാഷ്, 17 വയസ്സുകാരിയായ ഹെർനിസ എന്നിവരെ പാതിരാത്രിയിൽ വീട് റെയ്ഡ് ചെയ്ത് പിടിച്ചുകൊണ്ടുപോയത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. തുടർച്ചയായ 2ാം ദിവസവും CPEC ഹൈവേ പ്രതിഷേധക്കാർ അടച്ചിട്ടിരിക്കുകയാണ്. ധർബത്ത്, ക്വറ്റ തുടങ്ങിയ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പാത തടഞ്ഞതോടെ ചൈനയിലേക്കുള്ള ചരക്ക് നീക്കം പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. വമ്പൻ വാഹന നിരകളാണ് അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. തങ്ങളുടെ കുടുംബാംഗങ്ങളെ വിട്ടു നൽകാതെ സമരത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ബലൂച്ച് ജനത. ബലൂചിസ്ഥാനിൽ കാലങ്ങളായി തുടരുന്ന ഒന്നാണ് ഈ ബലം പ്രയോഗിച്ചിട്ടുള്ള തിരോധാനങ്ങൾ. പാക് സൈന്യത്തെ എതിർക്കുന്നവരെയോ അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെയോ പാതിരാത്രിയിൽ പിടിച്ചുകൊണ്ടുപോയി അപ്രത്യക്ഷമാക്കുന്ന ക്രൂരമായ ഒരു രീതിയാണ്. പിന്നീട് അവരെ ആരും കാണില്ല. എന്നാൽ ഇപ്പോൾ സ്ത്രീകളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വയ്ക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ചൈനയുടെ നിക്ഷേപങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും ബലൂചിസ്ഥാന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയും സ്വന്തം ജനതയെ പാക് സൈന്യം വേട്ടയാടുകയാണെന്ന ആരോപണം ആഗോള തലത്തിൽ തന്നെ വലിയ ചർച്ചകളാവുന്നുണ്ട്. ബലൂച്ച് യാക്ചഹ്ദി കമ്മിറ്റി BYCയുടെ നേതൃത്വത്തിൽ വലിയ തോതിലാണ് ക്യാമ്പയിനുകൾ നടക്കുന്നത്. ബലൂച്ച് നേതാവ് സാമി ദിൻ ബലൂച്ച് ഉന്നയിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്: ബലൂചിസ്ഥാനിലെ സ്ത്രീകളുടെ മാനത്തിലെങ്കിലും വില പറയാതിരിക്കാമോ എന്ന ദയനീയമായ ചോദ്യം. ഭരണഘടനയും നിയമവും ജനങ്ങളെ സംരക്ഷിക്കാനല്ല, മറിച്ച് അവരെ അടിച്ചമർത്താനുള്ള ഉപാധികളായിട്ട്, ആയുധമായിട്ടാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. സ്വന്തം മണ്ണിൽ അന്യരായി മാറുന്ന ഒരു ജനതയുടെ അവസാന പോരാട്ടമായാണ് ഈ ഹൈവേ ഉപരോധം ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാൻ എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ബലൂചിസ്ഥാന്റെ ശബ്ദം ലോകം കേട്ടുകൊണ്ട് തന്നെ ഇരിക്കും. ചൈനയുടെ പണം മോഹിച്ച് സ്വന്തം ജനതയുടെ ചോര ഒഴുക്കുന്ന പാക് ഭരണകൂടത്തിന് ഈ ജനകീയ പ്രതിഷേധം വലിയ തിരിച്ചടി തന്നെയാണ്. കാണാതായവർ മടങ്ങി വരുന്നത് വരെ, നീതി ലഭിക്കുന്നതുവരെ ഈ സമരം തുടരുമെന്നാണ് പ്രതിഷേധക്കാർ പ്രഖ്യാപിക്കുന്നത്. പാകിസ്ഥാനിലെ ആഭ്യന്തര കലുഷിതാവസ്ഥ ചൈനയുടെ താല്പര്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.